यवनिक हूट ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു നിന്നെ. അതല്ല, ചെറിയമ്മയുടെ കൂടെ പോയില്ലേ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്? ചെറിയമ്മ എന്ത് പരിപാടി ചെയ്തത്? അവരുടെ മരുമോൾക്ക് മാത്രം വില കൂടിയ സാരിയും നമുക്ക് രണ്ടാൾക്കോ 500 രൂപയും കൂടി ഉണ്ടാവില്ല. ഫോണും കൊണ്ട് ഇരുന്നോളും പിള്ളേരും. കറണ്ടില്ലടി, ഇവിടെ കറണ്ടില്ല. ഞാനെന്തായാലും സാരി കൊടുക്കില്ല. എൻ്റെ കിടക്കണം 3500 4000 രൂപയുടെ സാരി. നമ്മൾക്കത് എടുക്കാം. അവിടെ ചെല്ലുമ്പോഴാണ് ചെറിയമ്മ കാണേണ്ടത്. ഓ, നമ്മൾ വാങ്ങിച്ചു കൊടുത്ത സാരി ഇവിടെ കൊടുത്തില്ലല്ലോ എന്ന് വിചാരിക്കണം. ഇത്രയും വില കുറഞ്ഞാൽ നമുക്ക് അതിപ്പോൾ നമ്മളെ നാണം കെടുത്താനല്ലേ? രാവിലെ പോയതാടി കറണ്ട്. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് കാരണം അടുക്കളയിൽ എങ്ങനെ കയറും കറണ്ടും ഇല്ലാതെ. പിള്ളേരെ നിങ്ങൾ അടങ്ങി ഒതുങ്ങി ഇരിക്കും. പിള്ളേരെ മൊബൈൽ കിട്ടിയാൽ പിന്നെ വേറൊന്നും വേണ്ടല്ലോ. ഇല്ലല്ല, ഏട്ടൻ വന്നിട്ടില്ല. അല്ല, ലച്ചു ലച്ചു അച്ഛൻ വന്നു തോന്നുന്നു. നീ ഒന്നാ ഡോറും തുറന്നു കൊടുക്കാം. സിദ്ധു, ഒന്ന് ഡോർ തുറന്നു കൊടുക്കും പിള്ളേരെ. ഒരു മിനിറ്റ് നീ ഹോൾഡ് ചെയ്യണം, ഞാൻ തുറന്നിട്ട് വരട്ടെ. ഏട്ടൻ വന്നതാണേ. ഫുഡൊക്കെ റെഡിയായോ? രതീഷ, നീ വെറുതെ പ്രാന്താക്കാതെ, നീ ഓരോന്നും പറഞ്ഞിട്ട് പ്രാന്താക്കാതെ. ഇതറിയോ, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒരുപാട് സ്ട്രെയിനാണ്. നമുക്ക് ഒരു പുള്ളി ഉറക്കൊഴിക്കാൻ പറ്റിയിട്ടില്ല. ഉറക്കൊഴിച്ചിട്ടാണ് നിൽക്കുന്നത്. ഉറങ്ങാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? ഫുഡെന്തെങ്കിലും വാങ്ങിയിട്ട് വരാൻ പറയണം. ഞാൻ നോക്കിയിട്ട് തന്നെ വിളിച്ച് പറയാം. ഓക്കെ, ഞാൻ 10 മിനിറ്റ് കിടന്ന് വന്നിട്ടാ. ശരി, ഓക്കെ. ഓ, ഇതായിട്ടും വിളിക്കണ്ട. എന്താ നോക്കട്ടെ. പിള്ളേരെ ഒന്ന് അടങ്ങ്. പിള്ളേരെ നിങ്ങളെ. ഏട്ടാ ഏട്ടാ കഴിക്കാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. കറണ്ടില്ല ഏട്ടാ. കറണ്ടില്ലാതെ എങ്ങനെ അടുക്കളയിൽ കയറും? എന്നാ ഏട്ടാ വാങ്ങിക്കൊണ്ട് വരുമോ? ലച്ചു ലച്ചു, അച്ഛനും പോണില്ല, ടൗണിൽ നിൽക്കണം. എന്താ വാങ്ങണ്ടേന്ന് കഴിക്കാൻ? അവൾക്ക് മന്തി മതിന്ന്. സിദ്ധുവിനോ? അതെപ്പോഴും ബിരിയാണിയുടെ മോളാണല്ലോ. ഏട്ടാ അമ്മയ്ക്ക് ദോശ ഇഡ്ഡലി എങ്ങനെ വാങ്ങിച്ചാൽ മതിയേ? ഏട്ടാ വൈകില്ലല്ലോ? ശരി ഏട്ടാ. പറയടി. പിള്ളേർ മൊബൈലിൽ കളിക്കും. ഇല്ല, ഏട്ടാ ഫുഡ് വാങ്ങിക്കൊണ്ട് വരാന്ന് പറഞ്ഞു. ഇല്ല, അമ്മ ഇവിടെ ഉണ്ട്, ഉറങ്ങിയിട്ടില്ല. എല്ലാത്ത കയ്യിലും മൊബൈൽ തന്നെ. ഒരു സെക്കൻഡ്. ചേട്ടാ അപ്പോഴേ വന്നതാണല്ലോ.
ഫുഡ് കൊണ്ടുവന്നു. മനോജെ പിള്ളേരെ മനോജെ പറ്റില്ല, നിനക്ക് ഞാൻ അഡ്വാൻസ് ആയിട്ട് തന്നതാണ്. 2 ദിവസം പറഞ്ഞപ്പോൾ സമയം എത്രയായി? ഇല്ല, നടക്കില്ല മനോജെ, നടക്കില്ല. എനിക്ക് ആൾക്കാർക്ക് സാധനം കൊടുക്കണ്ടല്ലോ. 5 പൈസ കൂടുതലില്ല, 5 പൈസ കൂടുതലില്ല. ഞാൻ അഡ്വാൻസ് തന്നിട്ട് നീ പൈസ സാധനം ഇറക്കി തരാമെന്ന് പറഞ്ഞാണ്, തന്നിട്ടില്ല. പിള്ളേരെ കറണ്ട് ഓക്കെ, തന്നെ വിളിക്കും ഞാൻ വിളിക്കാം. ഓക്കെ. ബിരിയാണി ഉണ്ട്. ഹലോ ലതാ, ആ ഏട്ടാ, വനാരാ ഏ? വനാരാ. ഹലോ ആനാരാ? ആരാ നിങ്ങള്? നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾക്കാരാ? ആ, എന്റെ വീട്ടിൽ വന്നിട്ട് ഞാനാരാ? അയ്യോ, ഇത് നിങ്ങളുടെ വീടാണ്. അയ്യോ സോറി. പ്രിയപ്പെട്ട രതീഷ് കക്കോടാണ് സംവിധാനം ചെയ്തത്. ചലച്ചിത്ര സംവിധായകൻ, അത് മികച്ച എഡിറ്റർ ഒക്കെ ആയിട്ടുള്ള പിന്നെ സിനിമകളിൽ പിന്നെ രാമു കാര്യാട്ട് അവാർഡ് കൂടെ കിട്ടിയിട്ടുള്ള ആളാണ് രതീഷ് കക്കോട്. പി ജെ ആൻ്റണി അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ് രതീഷ് കക്കോട്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, പ്രമീളേച്ചിയെ രതീഷിനെ ആദരിക്കാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. എന്തായാലും ഇതിൽ അഭിനയിച്ചവർ ശിവ രഘുരാജ്, പ്രമോദ് പള്ളിയിൽ നമ്മുടെ ഷലാൻ ഞാനിക്കത്ത് കുട്ടിയേട്ടൻ്റെ മകനാണ്. ടാപ്പിൽ വീണ്ടും സജീവമായിട്ട് വന്നിരിക്കുന്നു എന്ന സന്തോഷം കൂടെ ഞങ്ങൾക്കുണ്ട്. പിന്നെ സിന്ധു കണ്ണൻ, ശ്രീലക്ഷ്മി, സിദ്രാചന്ദ്രൻ, ഷീന പെരുമാട്ടി. അപ്പോൾ ഇവരാണ് രജനി സംവിധാനവും രതീഷ് കക്കോട്. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ സിനിമാ സംവിധായകരാണ്, സിനിമാ നടനാണ്, മികച്ച എഡിറ്റർ കൂടിയാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നു.